ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 11. അക്രമസമരം നടത്തിയാൽ അറസ്റ്റ് പാടില്ലേ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുമായി സംവദിക്കാൻ നടത്തിയ ചരിത്രപരമായ നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിലെത്തിയ 2023 ഡിസംബർ 20 തലസ്ഥാന നഗരം മറ്റൊരു സംഭവത്തിന് സാക്ഷിയായി. കേരളം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ അക്രമസമരം. നവകേരള സദസ്സിന് അനന്യമായ സ്വീകാര്യത ലഭിച്ചതിനോടുള്ള വൈരാഗ്യത്തിൽ നിന്നും സദസ്സ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞതിലുള്ള നിരാശയിൽ നിന്നും രൂപപ്പെട്ട സമരാഭാസം. ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവലാതികളും നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നവകേരള സദസ്സിൽ വിശ്വാസമർപ്പിച്ച കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു തലസ്ഥാനത്തെ അതിക്രമങ്ങൾ. നവകേരള സദസ്സിനിടെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനത്തെ ഖതറണിഞ്ഞ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടവും പേക്കൂത്തുമായി. മാരകായുധങ്ങൾ കൊണ്ട് പോലീസിനെ കടന്നാക്രമിച്ചു. പൂജപ്പുര HSOയുടെ കൈയുടെ അസ്ഥി അടിച്ചു പൊട്ടിച്ചു. പോലീസിന്റെ ഫൈബർ ഷീൽഡും ഹെൽമറ്റും മറ്റും നശിപ്പിച്ചു. അതിക്രമത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തു. നടപടിക്രമത്തിന്റെ ഭാഗമായി രാഹുലിനെ ചൊവ്വാഴ്ച അടൂരിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ സംഭവമാണെന്ന മട്ടിലുള്ള വിചിത്രമായ ചിത്രീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യമായ സമര പാരമ്പര്യമോ സംഘടനാ അനുഭവമോ അവകാശപ്പെടാനില്ലാത്ത കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധോമുഖ വാമനന്മാരായ പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ അറസ്റ്റ് എന്നെഴുതി കാണിക്കുമ്പോൾ തന്നെ വിറളി പിടിക്കുന്നത് സ്വാഭാവികം. കേസിന്റെ സ്വാഭാവിക നടപടിക്രമമായ അറസ്റ്റിനെ ഭരണകേന്ദ്ര ഭീകരത എന്നൊക്കെ വിശേഷിപ്പിച്ച് അക്രമ പരമ്പര സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ തികച്ചും ബാലിശവും പരിഹാസ്യവുമാണ്. കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ ഭരണകേന്ദ്ര ഭീകരതയ്ക്കിരയായ എത്രയോ ഇടതുപക്ഷ നേതാക്കളുള്ള നാടാണ് കേരളമെന്ന വസ്തുത മറന്ന് കോൺഗ്രസിന്റെ ആഖ്യാനത്തിന് പൊടിപ്പും തൊങ്ങലും തയ്ക്കുന്ന തിരക്കിലാണ് മുഖ്യധാര മാധ്യമങ്ങൾ. കുറ്റവാളികളെ പോലെ ജീപ്പിൽ കയറ്റുന്നോ എന്നൊക്കെ ആശ്ചര്യപ്പെടുന്നുണ്ട് ചില മാധ്യമങ്ങൾ. മലയാള മനോരമ ഒരു മുഴുപേജാണ് രാഹുൽ വീരഗാഥയ്ക്കായി നീക്കിവെച്ചത്. കോൺഗ്രസ് ഭരിച്ച ഏതു കാലത്തും രാഷ്ട്രീയ എതിരാളികളോടുള്ള വൈര്യ നിര്യാതന ബുദ്ധി കുപ്രസിദ്ധമായിരുന്നു. അടിയന്തരാവസ്ഥയിൽ വൈരാഗ്യം പാരമ്യത്തിലെത്തി. അന്ന് തുറുങ്കിലടക്കപ്പെട്ട 10 പ്രതിപക്ഷ MLA-മാരിൽ ഒരാളായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂത്തുപറമ്പ് MLA ആയിരുന്ന പിണറായിയെ 1975 സെപ്റ്റംബർ 28 അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി കൂത്തുപറമ്പ് സ്റ്റേഷനിലെ ലോക്കപ്പിലിട്ട് 5 ദിവസം ക്രൂരമായി തല്ലിച്ചതച്ചു. ബോധം മറയും വരെ തുടർന്ന മർദ്ദനത്തിൽ കാലുകൾ ഒടിഞ്ഞു തൂങ്ങി. സംഭവം പുറത്തറിയാൻ തന്നെ എത്രയോ വൈകി. സെൻസറിംഗ് ആയിരുന്നു അതിന് കാരണം. പിന്നീട് 1977 മാർച്ച് 30 ചോര പുരണ്ട വസ്ത്രങ്ങളുമായി നിയമസഭയിൽ പിണറായി നടത്തിയ പ്രസംഗം നിയമസഭാ ലൈബ്രറിയിലുണ്ട്. ചരിത്രബോധമില്ലാതെ എന്തും വിളിച്ചു പറയുന്നവർക്ക് അതൊന്ന് പരിശോധിക്കാവുന്നതാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് ഒരു പ്രസംഗത്തിന്റെ പേരിൽ MM മണിയെ വീട് വളഞ്ഞ് പുലർച്ചെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചത്. P ജയരാജൻ, KK രാഗേഷ്, TV രാജേഷ്, P മോഹനൻ തുടങ്ങിയ CPIM നേതാക്കളെ UDF ഭരണത്തിൽ കള്ളക്കേസുകളുടെ പേരിൽ വേട്ടയാടിയത് എത്ര ക്രൂരമായാണ്. തെരുവിലും ലോക്കപ്പിലും പോലീസ് തല്ലിയൊതുക്കാൻ ശ്രമിച്ചിട്ടും അതിശയിപ്പിക്കുന്ന നിശ്ചയദാർഢ്യത്തോടെ തിരിച്ചുവന്ന SFI നേതാക്കളുടെ പട്ടിക എത്രയോ ദൈർഘ്യമേറിയതാണ്. P രാജീവും PK ബിജുവും P ബിജുവുമൊക്കെ അവരിൽ ചിലർ. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ നിന്നുള്ള SFI വനിതാ നേതാവ് ജയിലിൽ നിന്നിറങ്ങി വരുന്ന ആവേശകരമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ഇത്തരത്തിലുള്ള ആദ്യ സംഭവമാണെന്ന് നിരീക്ഷിക്കുന്നവർ കേരളത്തിൻ്റെ പോരാട്ട ചരിത്രത്തിൻ്റെ ഏടുകളിൽ പുരണ്ട ചോരപ്പാടുകൾ എത്രയുണ്ടെന്ന് പഠിക്കുന്നത് നന്നായിരിക്കും.